പക്ഷേ വീട്ടുകാരെ ഒന്നും വിവരം അറിയിക്കാത്തതിനാൽ മാധ്യമങ്ങളൊന്നും വാർത്ത നൽകാതിരിക്കുകയായിരുന്നു. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു പെൺകുട്ടി. ഹരിപ്പാട് പിലാപ്പുഴ സ്വദേശിയാണ്. സാവരി എന്നാണ് പേര്. 22 വയസ്സാണ്. ഈ പെൺകുട്ടിയുടെ സുഹൃത്തായ പെരിന്തൽമണ്ണൽ സ്വദേശി സദറുൽ അനം ആണ് കുട്ടിയെ ലാപ്ടോപ്പ് കൊണ്ട് അടിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഈ യുവാവ് പെൺകുട്ടിയെ ലാപ്ടോപ്പ് കൊണ്ട് അടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ വിദേശത്തായിരുന്നു. ബന്ധുക്കളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് അവിടെ എത്തി മൃതദേഹം ഏറ്റുവാങ്ങി ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി വിമാനമാർഗം കൊച്ചിയിൽ എത്തിച്ച് അവിടെ നിന്ന് റോഡ് മാർഗം ഹരിപ്പാട്ടേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴ സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ സഹപാഠി ലാപ്ടോപ്പ് വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഹരിപ്പാട് സ്വദേശിനി സാവരിയെയാണ് കൊല്ലപ്പെട്ടത്. സഹപാഠി പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം പിടിയിലായി. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് രണ്ടുപേരും. 4 ദിവസം മുമ്പാണ് ഈ കൊലപാതകം നടന്നതായിട്ട് ഇവിടെ വിവരം ലഭിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും ഇപ്പോൾ മൃതദേഹം ഡൽഹിയിലെ വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വൈകിട്ടോടുകൂടി ഹരിപ്പാട്ട് ഡാണാപ്പടിയുള്ള വീട്ടിലേക്ക് എത്തിക്കും. ഇവര് ഈ കുട്ടിയുടെ പേര് ഹരിപ്പാട് സ്വദേശിയായ സാവരിയ ആണ്. അവിടെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള സദറുൽ അനൻ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഇവരെന്ന് സുഹൃത്തുക്കളായിരുന്നു. ഇത്തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയും തുടർന്ന് തലച്ചോറില് രക്തസ്രാവം ഉണ്ടാകുകയും ഇതിനെ തുടർന്ന് മരിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ പിതാവ് കുവൈറ്റിലാണ്. പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ് ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോവുകയും തുടർന്ന് മൃതദേഹവുമായിട്ട് ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. വൈകിട്ടോടുകൂടി ആലപ്പുഴയിൽ എത്തിക്കും. ഇത് 3ാം വർഷ വിദ്യാർത്ഥിനിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് നയതന്ത്ര ഇടപെടലൊക്കെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം ഡൽഹി വഴി ഇവിടേക്ക് എത്തിക്കുന്നത്. എന്നാൽ 22 വയസ്സുകാരിയായിട്ടുള്ള സാവരിയാണ് അവിടെ കൊല്ലപ്പെട്ടത്. മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. പെരിന്തൽമണ്ണ സ്വദേശിയായ സദറുൽ അനം ആണ് ഈ കൊല ചെയ്തത് എന്നുള്ളതാണ് വിവരം. ആ യുവാവ് അവിടെ പോലീസ് കസ്റ്റഡിയിലാണ്. മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്നാൽ വൈകിട്ടോടുകൂടി മൃതദേഹം ആലപ്പുഴയിലെ ഹരിപ്പാട് ഡാണാപ്പടിയിലുള്ള വീട്ടിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ പിതാവ് കുവൈറ്റിലായിരുന്ന പെൺകുട്ടിയുടെ പിതാവും അവിടെ ചെല്ലാനായിട്ട് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് വിസ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ചെല്ലാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് ഇന്നലെ രാത്രി എത്തി. ഇന്ന് വൈകിട്ടോടുകൂടി മൃതദേഹവും ഇവിടെ എത്തിക്കും.